നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഇതിലും ടോട്ടൽ ഇൻകം കാണാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. 3 കേസിലും റെസിഡൻറ്റിൻ്റെയും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെയും നോൺ റെസിഡൻറ്റിൻ്റെയും ഓരോ ഇൻകം നോക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ കാനഡ റിസീവ്ഡ് ഇൻ ഇന്ത്യ 1,20,000. കാനഡയിൽ ഉള്ള ബിസിനസ്സിന് കിട്ടിയ പ്രോഫിറ്റാണ്. പക്ഷെ റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് അല്ലേ? റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. 3 കേസിലും എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ 3 കോളത്തിലും 1,20,000 എഴുതാം. ഇനി സെക്കൻഡ് പോയിന്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ ഇന്ത്യ 14,000. ഇന്ത്യയിൽ നിന്നാണ് അല്ലേ? ഇന്ത്യത്തെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻകമാണ്. വേറൊന്നും നോക്കണ്ട. 3 കേസിലും എന്താണ്? ടാക്സബിൾ ആണ്. 14,000 3 കോളത്തിലും എഴുതാം. തേർഡ് പോയിന്റ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ കാനഡ റിസീവ്ഡ് ഇൻ ഇന്ത്യ 30,000. കാനഡയത്തെ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻകമാണ്. പക്ഷേ റിസീവ് ചെയ്യുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്? ഇന്ത്യയിലാണ് അല്ലേ? അപ്പോൾ എവിടെ കിടക്കുന്ന പ്രോപ്പർട്ടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എവിടെ കിടക്കുന്ന ബിസിനസ് ആയിക്കോട്ടെ, ഇന്ത്യയിലാണോ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണോ, അറൈസിങ് ഓർ അക്രൂയിങ് ഇൻ ഇന്ത്യ ആണോ? ഒക്കെ ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3 കേസിലും ടാക്സബിൾ ആണ്. അപ്പോൾ 3 കോളത്തിലും 30,000 എഴുതാം. നെക്സ്റ്റ്, ഇൻകം ഫ്രം ബിസിനസ് ഇൻ യുഗാണ്ട ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ ₹45,000. നോക്കുക, ഇന്ത്യൻ്റെ കാര്യം പറയുന്നില്ല, ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതോ ഒന്നും പറയുന്നില്ല. എന്താ പറയണത്? ഉഗാണ്ടയിലുള്ള ബിസിനസ്സിന് കിട്ടിയ ഇൻകമാണ്. അത് അവിടെ തന്നെ ഒരു ബാങ്കിൽ എന്ത് ചെയ്യാണ്? ഡെപ്പോസിറ്റ് ചെയ്യാണ്. അതൊക്കെ ഔട്ട്സൈഡിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകംസിന് നമ്മൾ പഠിച്ചത് ആ ടേബിളിൽ പറഞ്ഞ കാര്യമാണ്. റെസിഡൻറ്റിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ടാക്സബിൾ ഉള്ളൂ. അപ്പോൾ റെസിഡൻ്റ് എന്നുള്ള കോളത്തിൽ മാത്രം എന്ത് ചെയ്താൽ മതി? 45,000 എഴുതിയാൽ മതി. ബാക്കി 2 കേസിലും എന്തല്ല? ടാക്സബിൾ അല്ല, നോട്ട് ടാക്സബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ഇന്തോനേഷ്യ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ ദിസ് ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ ₹1 lakh. ഇന്തോനേഷ്യത്തെ ബിസിനസ്സിൻ്റെ മുകളിൽ കിട്ടുന്ന പ്രോഫിറ്റാണ്. പക്ഷെ ബിസിനസ്സിൻ്റെ കൺട്രോളിങ് എവിടെയാണ്? ഇന്ത്യയിലാണ്. ആ ഒരു കേസ് നമ്മൾ പറഞ്ഞിരുന്നു. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഉള്ള ഇൻകം ബട്ട് കൺട്രോളിങ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും മാത്രമേ ടാക്സബിൾ ഉള്ളൂ. നോൺ റെസിഡൻറ്റിന് എന്തില്ല? ടാക്സ് ഇല്ല, നോട്ട് ടാക്സബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് 2 കോളത്തിൽ മാത്രം 1 lakh എഴുതാം. നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ് നോക്കൂ. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം ഇൻ ഇന്ത്യ അല്ലേ? ഇന്ത്യൻ കമ്പനിയാണ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഇന്ത്യൻ കമ്പനി, അത് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു കേസിൽ എന്തില്ല? ടാക്സ് ഇല്ല. എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാറ്റഗറി 6 പോയിന്റ് പറഞ്ഞിരുന്നു. അതിൽ വരുന്നതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിന് എന്തില്ല? ടാക്സ് ഇല്ല ആരുടെ കേസിലും. അപ്പോൾ അതെന്ത് ചെയ്യണ്ട? അതെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി 7ാമത്തെ പോയിന്റ്, സാലറി റിസീവ്ഡ് ഇൻ ഇന്ത്യ ബട്ട് സർവീസസ് റെൻഡേർഡ് ഇൻ ഇറാഖ് 54,000. സാലറി റിസീവ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പക്ഷെ എവിടെ നടത്തിയ സർവീസിനുള്ള സാലറിയാണ് കിട്ടുന്നത്? ഇറാഖിൽ നടത്തിയ സർവീസിനുള്ള സാലറി ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യാണ്. നമ്മൾ എവിടെ സർവീസ് നടത്തിയെന്നുള്ള കാര്യമൊന്നും നോക്കണ്ട. റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണ് അല്ലേ? ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? 3 കേസിലും എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ 3 കോളത്തിലും 54,000 എഴുതാം. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ കൺട്രോൾഡ് ഫ്രം ബംഗ്ലാദേശ് ₹43,000. രണ്ടും എന്തുതന്നെയാണ്? ഇന്ത്യയിൽ തന്നെയാണ് അല്ലേ? ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ബിസിനസ്സാണ്. പറഞ്ഞിരുന്നു ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഡീംഡ് ടു ബി റിസീവ് ചെയ്യാൻ പോണത്, ഇന്ത്യയിൽ നിന്ന് അറേസ് ചെയ്തത് ഒക്കെ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ബേസ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? 3 കേസിലും ടാക്സബിൾ ആണ്. അപ്പോൾ 3 കോളത്തിലും 43,000 എഴുതാം. റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും സെപ്പറേറ്റ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ ടോട്ടൽ ഇൻകം ഓർ ഗ്രോസ് ടോട്ടൽ ഇൻകം പറയണത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയാലോ? ഒറ്റ ക്വസ്റ്റ്യനും കൂടി നോക്കാം. നോക്കി നോക്കൂ. ഇതിലിങ്ങനെ തന്നെയാണ് പറയണത്. എന്താണ്?
ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം. ഏറ്റവും താഴെ ക്വസ്റ്റ്യൻ്റെ ഓരോ പോയിന്റ് A to I എന്നുള്ള ഇൻകംസ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് നോക്കൂ, കമ്പയർ ദി ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ അർജുൻ ഇഫ് ഹീ ഈസ് റെസിഡൻറ്റ്, നോട്ട് ഓൺ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഈ 3 കേസിലും ഇയാളുടെ ടാക്സ് ലയബിലിറ്റി കാണണം. ഇനി ഫസ്റ്റ് പോയിന്റ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി ഓരോ പോയിന്റ് പറയുമ്പോഴും നിങ്ങൾ തന്നെ പറയണം ഏത് കാറ്റഗറിയിലൊക്കെയാണ് വരിക, അല്ലെങ്കിൽ ടാക്സബിൾ ആണോ നോട്ട് ടാക്സബിൾ ആണോ എന്നുള്ളത് പറയണം. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് പോയിന്റ് നോക്കൂ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത മാനേജ്ഡ് ഫ്രം ബ്രസീൽ ₹1 lakh അല്ലേ. ഇൻകം ഫ്രം ബിസിനസ് ഇൻ കൊൽക്കത്ത നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്നതോ ഇന്ത്യയിൽ റിസീവ് ചെയ്യാൻ പോണതോ ഇന്ത്യയിൽ അറേസ് ചെയ്യുന്നതോ ഒക്കെ ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്യും, 3 കേസിലും ടാക്സബിൾ ആണ്. അപ്പോൾ 1 lakh 3 കോളത്തിലും എഴുതാം. ബ്രസീലിൽ മാനേജ് ചെയ്യുന്നതൊന്നും നമ്മളെ വിഷയമല്ല, നമുക്ക് ഇന്ത്യയിലാണോ റിസീവ് ചെയ്യുന്നതും ഡീംഡ് ടു ബി റിസീവ് അറേസിങ് ഓർ അക്രൂയിങ് ഇൻ ഇന്ത്യ അതാണ് എങ്കിൽ നമ്മൾ 3 കേസിലും ടാക്സബിൾ ആണ്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കൂ, റോയൽറ്റി റിസീവ്ഡ് ഇൻ ജർമ്മനി ₹50,000. ജർമ്മനിയാണ്, ഇന്ത്യയല്ല, ഔട്ട്സൈഡ് ഇന്ത്യയാണ് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് റോയൽറ്റി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എന്താണ് ഒരു ടൈപ്പ് ഒരു ഇൻകമാണ് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകം എന്നുള്ള കേസിൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, റെസിഡൻറ്റിന് മാത്രമേ ടാക്സബിൾ ആവുള്ളൂ, നോട്ട് ഓൺ റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും എന്താണ് നോട്ട് ടാക്സബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് റെസിഡൻറ്റ് എന്നുള്ള കോളത്തിൽ മാത്രം എമൗണ്ട് എഴുതിയാൽ മതി. ഇനി തേർഡ് പോയിന്റ് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം എ കനേഡിയൻ കമ്പനി റിസീവ്ഡ് ഇൻ ഇന്ത്യ ₹40,000 അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഫ്രം എ കനേഡിയൻ കമ്പനീൻ്റെ മുകളിൽ കിട്ടുന്ന ഡിബഞ്ചറിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. എവിടുന്ന് കിട്ടുന്നതായിക്കോട്ടെ റിസീവ് ചെയ്യുന്നത് എവിടെയെന്ന് നോക്കി നോക്കൂ, ഇന്ത്യയിൽ നിന്നാണ്. ആ കേസിൽ എന്താ നമ്മൾ ചെയ്യുക, 3 കേസിലും എന്താണ് ടാക്സബിൾ ആണ്. അപ്പം 3 കോളത്തിലും 40,000 എഴുതാം. നെക്സ്റ്റ് പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. അടുത്ത പോയിന്റ് ഒന്ന് നന്നായിട്ട് നോക്കുക. ഇൻകം ഫ്രം ബിസിനസ് ഏൺഡ് ഇൻ പാകിസ്ഥാൻ ₹1,50,000 ഓഫ് വിച്ച് 1,15,000 were received in India. ബ്രാക്കറ്റിൽ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. 2 എമൗണ്ട് തന്നിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ഒരേ എമൗണ്ടേ തന്നിട്ടുള്ളൂ, അപ്പോൾ നേരെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ. ഇതിപ്പോൾ 2 എമൗണ്ട് തന്നിട്ടുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് നോക്കൂ, പാകിസ്ഥാനിലുള്ള ബിസിനസ്സിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻകമാണ് 1,50,000. അതിൽ 1,15,000 15,000 റിസീവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇന്ത്യയിൽ നിന്നാണ്. നമുക്ക് ഈ 2 എമൗണ്ട് സെപ്പറേറ്റ് നോക്കാം. ഫസ്റ്റ് നമുക്ക് 1,50,000 നോക്കാം, 50. അത് കഴിഞ്ഞിട്ട് 1,15,000 നോക്കാം, 15. ഓക്കെ, ഫസ്റ്റ് നോക്കൂ, പാകിസ്ഥാനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഏൺ ചെയ്യുന്നത് അല്ലേ. പാകിസ്ഥാനിലുള്ള ബിസിനസ്സിൻ്റെ മുകളിലാണ് ഇൻകം ഏൺ ചെയ്യുന്നത്. പറയൂ, ഇനി ഇന്ത്യയാണോ ഔട്ട്സൈഡ് ഇന്ത്യയാണോ? ഔട്ട്സൈഡ് ഇന്ത്യയാണ് അല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ ദെൻ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകമാണ്, പക്ഷെ കൺട്രോളിങ് എവിടെയാണ്, ഇന്ത്യയിലാണ് അല്ലേ. ആ ഒരു കേസിൽ റെസിഡൻറ്റിനും നോട്ട് ഓൺ റെസിഡൻറ്റിനുമാണ് എന്ത് ടാക്സബിൾ. അപ്പോൾ എന്ത് ചെയ്യണം, ആ 1,50,000 2 കോളത്തിൽ എഴുതുക. ഇനി ഒരു 1,15,000 കിടക്കുന്നില്ലേ, അതെന്താ പറയണത്, 1,15,000 were received in India. ഇന്ത്യയിൽ റിസീവ് ചെയ്യണതാണ് അല്ല. ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന എമൗണ്ട് 3 കേസിലും ടാക്സബിൾ അല്ലേ. അപ്പോൾ നോൺ റെസിഡൻറ്റിൻ്റെ കോളത്തിൽ എന്ത് എഴുതുക, 1,15,000 എഴുതുക. ശ്രദ്ധിക്കുക, ഈ 1,50,000 അതായത് 1,50 ഉണ്ടല്ലോ, 1,50,000 എന്തും കൂടി ഇൻക്ലൂഡഡ് ആണ്, ഈ 1,15,000 കൂടി ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് നോട്ട് റെസിഡൻറ്റിൻ്റെ മാത്രം 1,15,000 എഴുതിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ആ പോയിന്റിൽ ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് എന്നല്ലേ. ഞാൻ ഒന്നുകൂടെ പറയാം. ഇങ്ങനെയാണ് പറയുന്നത്, ഇൻകം ഫ്രം ബിസിനസ് ഏൺഡ് ഇൻ പാകിസ്ഥാൻ ₹1,50,000. അതായത് പാകിസ്ഥാനിൽ നിന്ന് ഉള്ള ബിസിനസ്സിൻ്റെ മുകളിൽ ഏൺ ചെയ്ത ഇൻകമാണ് 1,50,000. പക്ഷെ കൺട്രോളിങ് എവിടെയാണ്, ഇന്ത്യയിലാണ്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് റെസിഡൻറ്റിനും നോട്ട് ഓൺ റെസിഡൻറ്റിനും എന്താണ് ടാക്സബിൾ ആണെന്നാണ് പഠിച്ചിട്ടുള്ളത്. നോൺ റെസിഡൻറ്റിന് എന്തില്ല,
ടാക്സ് ഇല്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പക്ഷെ ഇതിലൊരു 1,15,000 ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യാന്ന് പറയുമ്പോൾ അത് 3 ആളെ കേസിലും ടാക്സബിൾ അല്ലേ? അപ്പം 3 കോളത്തിൽ 1,15,000 എഴുതണ്ടേ? അത് ഈ 1,50,000 റെസിഡൻറ്റ് 1,50,000 ഇപ്പോൾ റെസിഡൻറ്റിൻ്റെയും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിൻ്റെയും കുളത്തിൽ എഴുതിയല്ലോ. അതിൽ ഓൾറെഡി എന്ത് ഇൻക്ലൂഡഡ് ആണ്? 1,15,000 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നോൺ റെസിഡൻറ്റിൻ്റെ കേസിലും എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തതായതുകൊണ്ട് നമ്മൾ 1,50,000 ഫുൾ എഴുതാൻ പറ്റുമോ? ഇല്ല. 1,15,000 മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തത്. അതുകൊണ്ടാണ് 1,15,000 മാത്രം നോൺ റെസിഡൻറ്റിൻ്റെ കോളത്തിൽ എഴുതുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഇൻ ശ്രീലങ്ക ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ദർ ₹40,000 ഔട്ട് ഓഫ് വിച്ച് 20,000 ഈസ് റെമിറ്റഡ് ടു ഇന്ത്യ, ദെൻ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. എന്താ പറയണത്? ശ്രീലങ്കയിലത്തെ ബിസിനസ്സിൻ്റെ മുകളിൽ കിട്ടുന്ന പ്രോഫിറ്റാണ്. അത് അവിടെ തന്നെ എന്ത് ചെയ്യാണ്? ആ ബാങ്കിൽ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാണ്. ദെൻ കൺട്രോളിങ് എവിടെയാണ്? ഇന്ത്യയിലാണ് അല്ലേ? എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്യണത്? കൺട്രോളിങ് ഇന്ത്യയിൽ. ആരുടെയൊക്കെ കേസിലാണ് ടാക്സബിൾ? റെസിഡൻറ്റിനും നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനും മാത്രമാണ് ടാക്സബിൾ. നോട്ട് റെസിഡൻറ്റിൻ്റെ കോളത്തിൽ എഴുതണ്ട. ഇനി 20,000 ഇന്ത്യക്ക് റെമിറ്റ് ചെയ്തു എന്നുള്ളത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി 44,000. ഈ ഒരു പോയിന്റ് ഏതോ ഒരു കാറ്റഗറിയിൽ നമ്മൾ പഠിച്ചിരുന്നു, ഓർമ്മ ഉണ്ടോ? ഏതായിരുന്നു? എക്സംപ്റ്റഡ് ഇൻകം എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി എന്ത് ചെയ്യണ്ട, ടാക്സ് ഇല്ല, അതിന് നോട്ട് ടാക്സബിൾ ആണ്, അതായത് എക്സംപ്റ്റഡ് ഇൻകം കാറ്റഗറിയാണ്. അപ്പോൾ അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ് പറയുന്നത് പെൻഷൻ ഫ്രം എ ഫോർമർ എംപ്ലോയർ ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ UK 60,000. നോക്കി നോക്കൂ, പെൻഷൻ കിട്ടുകയാണ്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു എംപ്ലോയിക്കാണ് ഫോർമർ എംപ്ലോയർ ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ യുകെന്ന് കിട്ടുന്നതാണെങ്കിലും എവിടുന്ന് എറേസ് ചെയ്ത ഇൻകമാണ്, എവിടുന്ന് ഉണ്ടായ ഇൻകമാണ്? ഇന്ത്യന്ന്. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ നിന്ന് റിസീവ് ചെയ്തതായിക്കോട്ടെ, കിട്ടാൻ പോണതായിക്കോട്ടെ, ഇന്ത്യയിൽ നിന്ന് അറേസ് ചെയ്തതായിക്കോട്ടെ, ഒക്കെ ഇന്ത്യയിലാണെങ്കിൽ എന്ത് ചെയ്യണം? 3 ആളെ കേസിലും എന്താണ്? ടാക്സബിൾ ആണ്. റിസീവ് ചെയ്തത് UK നോക്കേണ്ട ആവശ്യമില്ല. അറേസ് ചെയ്തത് എവിടുന്നാണ്? ഇന്ത്യയിൽ നിന്നാണ്. അതുകൊണ്ടാണ് കേട്ടോ 60,000 3 കോളത്തിലും എഴുതുന്നത്. ദെൻ നെക്സ്റ്റ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUF 10,000. അത് എടുക്കില്ല, കാരണം ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ഇന്ത്യൻ കമ്പനി അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം HUFഉം എക്സംപ്റ്റഡ് ഇൻകം കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഇവിടെ എടുക്കില്ല. നെക്സ്റ്റ്, പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം ബ്രോട്ട് ടു ഇന്ത്യ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ 60,000. അതായത് മുന്നത്തെ വർഷങ്ങളിൽ എന്നോ കിട്ടിയ ഇൻകമാണ്. പക്ഷേ ഇന്ത്യക്ക് അത് കൊണ്ടുവരുന്നത് എപ്പോഴാണ്? പ്രീവിയസ് ഇയറിലാണ്. എന്നോ മുന്നേ വർഷങ്ങളിൽ കിട്ടിയതാണ്. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല. പ്രീവിയസ് ഇയറിൽ എന്ത് നടന്നോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇയറിൽ അസസ് ചെയ്യുന്നത്. അതിൻ്റെയും ബാക്കിൽ പാസ്റ്റ് എന്നോ ഇയറിൽ നടന്നിട്ടുള്ള ഇൻകത്തിൻ്റെ കേസൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഇയറിൽ അസസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് അതെന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഇനി എന്ത് ചെയ്യുക? റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും സെപ്പറേറ്റ് ടോട്ടൽ ചെയ്യുക. ഈ ഒരു എമൗണ്ട്, ഈ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്.